സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ജാസിൽ ജാസി. ട്രാൻസ്ജെൻഡറും മോഡലും യൂട്യൂബറുമായ ജാസി ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇവരുടെ ഓരോ വീഡിയോയ്ക്ക് താഴെയും നിരവധി നെഗറ്റീവ് കമന്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും ജാസി അത് കാര്യമാക്കാറില്ല. ജാസി അടുത്തിടെ നടത്തിയ സർജറിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആണിൽ നിന്ന് പെണ്ണായി എന്നാണ് ജാസി പറയുന്നത്. എന്നാൽ ജാസി ട്രാൻസ് വുമണായി മാറാനുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ സർജറി മാത്രം നടത്തിയാൽ എങ്ങനെയാണ് പെണ്ണാവുക എന്നാണ് പലരും ചോദിക്കുന്നത്. ജാസിയുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുള്ള വീഡിയോകൾക്കെതിരെ പ്രതികരിച്ചവരിൽ ഒരാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലനോസ് പാട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ് രാജേഷാണ്. ഇപ്പോഴത്തെ ജാസിയിൽ തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തുകയാണ് ധന്യ. വീഡിയോ കോൾ ചെയ്ത ജാസി വസ്ത്രമുരിഞ്ഞ് കാണിച്ചുവെന്ന് ധന്യ പറയുന്നു. ധന്യയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം. ജാസി എന്ന ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു, പക്ഷേ അവൻ അത് അവസാനിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിവിന്റെ പരമാവധി ഈ വീഡിയോ ഒഴിവാക്കാൻ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ അതിനെന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആണും പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്നവനാണ് ജാസി. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ജാസി ഈ വീഡിയോ കാണണം. എന്റെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ അവന് അയച്ചു കൊടുക്കണം. ഇവനെന്നോ ഇവളെന്നോ ജാസിയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പുതിയ വീഡിയോയിൽ താൻ സർജറി ചെയ്തത് കാണിച്ചുവെന്ന് ജാസി പറയുന്നത് എന്നെക്കുറിച്ചാണ്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു. ആ സമയം ഞാൻ പുറത്തായിരുന്നു. വീഡിയോ കോൾ എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ജാസിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഡ്രസ്സ് ഊരി കാണിച്ചു. ഞാൻ ഉടനെ തന്നെ ഫോൺ മറച്ചു പിടിച്ചു. കുറെ ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞാൻ ആ സമയത്ത് നിന്നിരുന്നത്. ഒരു സ്ത്രീയാകാൻ നടക്കുന്ന ഇവൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും വസ്ത്രമൊഴിഞ്ഞ് എനിക്ക് കാണിച്ചു തരാൻ പാടില്ല. ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും ഇവൻ വസ്ത്രമൂരുമ്പോൾ ഞാൻ മാറ്റിപ്പിടിച്ചേനെ. സിലിക്കോൺ കുത്തിപ്പിടിപ്പിച്ചതൊന്നും കാണേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ സ്ത്രീയാകാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറുടെ മറ്റൊരു വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നത്? നട്ടലുണ്ടോ നിങ്ങൾക്ക്? ആണുമല്ല, ഒരു പെണ്ണുമല്ല നീ. ജാസി ബ്രസ്റ്റ് സർജറിയാണ് നടത്തിയതെന്നാണ് ഞാൻ മുമ്പ് ഇവരെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരും അത് കൃത്യമായി പറയുന്നതിന്റെ ഓഡിയോ എൻ്റെ പക്കലുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. ഇനി ഇതുപോലുള്ള നാടകങ്ങളുമായി വന്നാൽ ഞാൻ അതെല്ലാം പുറത്തുവിടും. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. ആരത് വിചാരിച്ചിട്ടാണ് ജാസിയും ആഷിയും കളിക്കുന്നത്? ജാസി ഗർഭിണിയെ കളിയാക്കിയത് തീർന്നിട്ടില്ല. സ്ത്രീകളുമായി ഉപമിക്കാനുള്ള യോഗ്യത പോലും ജാസിക്കില്ല. ജാസി കേസ് കൊടുത്താലും എനിക്ക് വിഷയമില്ലെന്നും ധന്യ പുതിയ വീഡിയോയിൽ പറയുന്നു. അതേസമയം ട്രാൻസ് വുമണായി മാറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ചെയ്യാറുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയ ജാസി ചെയ്യാത്തതിനെതിരെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഏറെ നാളുകളായി പ്രതികരിക്കുന്നുണ്ട്.